ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ മുട്ടക്കറി. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം തേങ്ങാക്കൊത്താണ്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം മതിയാവും. അത് നമുക്ക് കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടുന്നത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 3 വെളുത്തുള്ളി അല്ലിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി നമുക്ക് വേണം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി, മുഴുവൻ പെരുംജീരകം. അപ്പോൾ നമുക്ക് പെരുംജീരക പൊടിയാണെന്നുണ്ടെങ്കിൽ പെരുംജീരക പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു 2.5 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി നമുക്ക് വേണം. അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും തക്കാളിയും കൂടി നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഫസ്റ്റും തേങ്ങാക്കൊത്ത് അരച്ചെടുത്തത്. അതെല്ലാം നമ്മൾ ചിരകിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് അരയ്ക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കടായി ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പും ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ചേർക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ടൊന്ന് നീളത്തിന് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇതുപോലെ വളരെ കുറച്ച് സവാള മതി കേട്ടോ, ഒരുപാട് സവാള വേണ്ട. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടട്ടെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവാള എല്ലാം നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടിക്കോളും. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മളത് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പേസ്റ്റ് കൂടി. ഒരല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്കൊന്ന് ചേർക്കാം. ഒരുപാട് വെള്ളം ഈ ഒരു സമയം നമ്മൾ ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ഈ തേങ്ങയും തക്കാളിക്ക് ഇപ്പോൾ നല്ലൊരു പച്ച ടേസ്റ്റിലാണുള്ളത്. ആ തേങ്ങയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരണം. അതിന് നമ്മളിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഈ കുറച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ട് ലൈറ്റായിട്ട് ഒന്ന് കട്ടിയായിട്ട് തുടങ്ങും. അത്രയും സമയം മാത്രം മതിയാവും നമ്മുടെ ഈ തേങ്ങയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി കിട്ടാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതൊന്ന് തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തെറിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിലാണ് ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ നന്നായിട്ടൊന്ന് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ആ തക്കാളിയുടെയും തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കോളും. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുട്ടക്കറി എപ്പോഴും നല്ലതുപോലെ കട്ടിക്ക് കുറുകി വേണം ഇരിക്കേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തേക്കണം. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ കറിയെല്ലാം നല്ല കട്ടിക്കാനുള്ളത്, എന്നാലും നന്നായിട്ടൊന്ന് കുറുകി വരേണ്ടതായിട്ടുണ്ട്.
കൂടെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്, ചെറിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു 6 എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിലേക്ക് മുട്ടകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് അരിഞ്ഞെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. മുട്ടകളും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം കട്ടിക്കാണോ നമ്മുടെ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഒന്ന് അടച്ച് വെക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും നമുക്ക് ഈ ഒരു ഗ്രേവിക്കാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ഫൈനലായിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതുപോലെ തിക്കായിട്ടാണ് നമ്മുടെ ഗ്രേവി വന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നല്ലതുപോലെ കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളൊരു തവിയോ സ്പാച്ചിലോ വെച്ചിട്ടൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. എല്ലാം കൂടി നല്ലതുപോലെ മുട്ട പൊടിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിൽ ഈ ഒരു രീതിക്ക് മാത്രം ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. നേരെ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി, പൂരി, ദോശ, അപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും തയ്യാറാക്കുന്ന മുട്ടക്കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ടേസ്റ്റിലുള്ള മുട്ടക്കറികൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ നിങ്ങളുടെ വിലവേറിയ എല്ലാ അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴും അതിന് റിപ്ലൈ തരുമ്പോഴൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നും ഒരു പ്രചോദനം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.